സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ മാച്ചിലെ ആ ഒരു വിജയം, ആ ഒരു കംബാക്ക് വിജയം, അത് ഒന്ന് ആസ്വദിച്ച് വരുന്നേ ഉണ്ടായുള്ളൂ. ആ ഒരു മാച്ചിന് ശേഷം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഇനി ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ട്രാക്കിലേക്ക് തിരിച്ച് വരേണ്ടതുണ്ട് എന്നുള്ളത്. ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. FC ഗോവയ്ക്കെതിരായ മാച്ചിന് മുൻപുള്ള ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഒരു തോൽവിയാണ്, അതും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത ബംഗളൂരു FCക്കെതിരെ ശ്രീകണ്ഠീരവിൽ വെച്ച് വഴങ്ങിയിട്ടുള്ള ഒരു തോൽവി ഒരുപാട് പേരുടെ ഉറക്കം കളഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ശരിക്കും ലൈനപ്പ് വരുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്തതാണ്. കാരണം കഴിഞ്ഞ മാച്ചിൽ ആ ഒരു വിജയം നേടിയ ലൈനപ്പിൽ നിന്നും അനാവശ്യമായ ചില മാറ്റങ്ങൾ പോലെ ലൈനപ്പ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ചും സിർണിച്ചും ദിമിത്രോസും ഒന്ന് ടച്ചിൽ വരുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ മാച്ചിൽ. അതിന്റെ ഭാഗമായിട്ടൊരു ഗോളും സിർണിച്ച് സ്കോർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വന്നപ്പോൾ സിർണിച്ചിനെ വിങ്ങിലേക്ക് കൊണ്ടുവന്ന് നിഹാലിനെയാണ് ഫ്രണ്ടിൽ കളിപ്പിച്ചത്. ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളത് ഇവാന് മനസ്സിലായതിനെ തുടർന്ന് തന്നെയായിരിക്കണം ഫസ്റ്റ് ഹാഫിൽ തന്നെ നിഹാലിനെ പിൻവലി ചെയ്യുമാനെ കൊണ്ടുവന്നു വീണ്ടും സിർണിച്ചിനെ ഫ്രണ്ടിലേക്ക് വിട്ടു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ ആ ഒരു കൺട്രോൾ കിട്ടാത്തതിൽ സ്ട്രൈക്കേഴ്സ് തമ്മിലുള്ള ഒരു കണക്ഷന്റെ പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാറ്റി നിർത്തിയാൽ പോലും ഈ ഒരു മാച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് പോലെയാണ് ഫീൽ ചെയ്തത്. രണ്ട് ടീമുകളും പ്രസ് ചെയ്യുന്നു, രണ്ട് ടീമുകളും ഈ പറഞ്ഞ പോലെ പാസുകൾ കളിക്കാൻ അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ മാച്ചുകളിലൊക്കെ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് തുടങ്ങാനും 3 man ഡിഫൻസ് വെച്ച് ആ ഒരു ബിൽഡപ്പ് ശ്രമങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു. പക്ഷേ ഈ മാച്ചിൽ ബംഗളൂരു FC അതിന് അനുവദിച്ചിട്ടേ ഇല്ല. എപ്പോഴൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ടച്ച് വരുന്നു അപ്പോഴൊക്കെ രണ്ട് സ്ട്രൈക്കേഴ്സും ഫ്രണ്ടിലേക്ക് നിന്നിട്ട് ഈ ടച്ച് ചെയ്ത് നമ്മുടെ സെൻട്രൽ ബാക്ക് ബോൾ വാങ്ങുന്ന ആ ഒരു മൂവ്മെന്റ് ഒഴിവാക്കി ഗോൾ കീപ്പറെ കൊണ്ട് ലോങ് കിക്ക് എടുപ്പിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. ആ ഒരു ഗോൾ കിക്കിന് ശേഷവും ബ്ലാസ്റ്റേഴ്സിന്റെ കാലുകളിൽ പന്ത് കിട്ടുമ്പോഴും ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് തുടങ്ങുന്ന ഒരു മൂവ്മെന്റിന് ബംഗളൂരു FC അനുവദിച്ചിട്ടില്ല. അത്രയും അവർ ഫ്രണ്ടിൽ പ്രസ് ചെയ്യുന്നതും മിഡിലേക്കുള്ള പാസുകൾ ബ്ലോക്ക് ചെയ്യുന്നതും ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ലോങ് ബോൾ കളിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് തിരിച്ചും നല്ല പ്രസ്സിങ് ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടൈറ്റ്നെസ് അധികമായിട്ട് ബംഗളൂരു FCക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അവർക്ക് കുറച്ചുകൂടി ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാനും ഡിഫൻഡേഴ്സിനെ അഡ്വാൻസ് ചെയ്യാനും പാസുകൾ ഫൈൻഡ് ചെയ്യാനും ബ്ലാസ്റ്റേഴ്സിന്റെ ഓപ്പണന്റ് ഹാഫ് വരെ എത്താനും ഒക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഈ പറഞ്ഞ ടൈറ്റ് ആയിട്ടുള്ള ഗെയിമാണ്. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ നമ്മൾ ഷോട്ടും ഷോട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ നോക്കുകയാണെങ്കിലും രണ്ട് ടീമുകൾക്കും അമിതമായിട്ടൊരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും കളിയിൽ ആ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നത് ശരിക്കും ബംഗളൂരു FCക്ക് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിനെ പന്ത് കീപ്പ് ചെയ്ത് കളിക്കാൻ ബംഗളൂരു FC അനുവദിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു മാച്ചിൽ നമ്മൾ ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കിട്ടിയ കുറച്ച് സമയം, സെക്കൻഡ് ഹാഫിൽ ഒരു 50-something മിനിറ്റിന്റെ ആ ഒരു ടൈമിലാണ് കുറച്ചുകൂടി ബ്ലാസ്റ്റേഴ്സ് പന്ത് കീപ്പ് ചെയ്ത് ഓപ്പണന്റ് ഹാഫിലേക്ക് ബിൽഡപ്പ് ചെയ്ത് ഓപ്പണന്റ് ഹാഫിലേക്ക് എത്തുന്നതും അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനും മൂവ്മെന്റിന് ശ്രമങ്ങളോ നടത്തുന്നത് ആ ഒരു ഫേസിലാണ്. അതും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അവസാനിപ്പിക്കാനോ ഒരു ഗോളിലേക്ക് അവസാനിപ്പിക്കാനോ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഫേസിൽ സാധിച്ചില്ല. സോ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഒരു ടൈറ്റ് മാച്ച് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ആൻഡ് കളി കാണുമ്പോഴും ചില സമയത്ത് ഈ പറഞ്ഞ രണ്ട് ടീമുകൾക്കും ആ ഒരു ഷോട്ട് എടുക്കാനോ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ കൊണ്ടുവരാനോ സാധിക്കുന്നില്ലെങ്കിലും കളി ശരിക്കും ബംഗളൂരു FCയുടെ കൺട്രോൾ തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആ വരുന്ന ബോളുകൾ ഡിഫെൻഡ് ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ് ഒരു മെജോറിറ്റി ടൈമിലും മാറിയത്. സോ ഇത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പന്ത് ബ്ലാസ്റ്റേഴ്സിന്റെ കൺട്രോളിൽ അല്ലാതിരിക്കുക, കളി ബ്ലാസ്റ്റേഴ്സിന്റെ കൺട്രോളിൽ അല്ലാതിരിക്കുക, ഷോട്ടും ഷോട്ട് ഓൺ ടാർഗറ്റും എടുക്കാൻ പറ്റാതിരിക്കുക, ഓപ്പണന്റ് ഹാഫിലേക്ക് കളിച്ച് വരാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ കാണുമ്പോഴേ കളി ഏകദേശം ആ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പോയി എന്നൊരവസ്ഥ നമുക്ക് തുടക്കത്തിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയും കഴിഞ്ഞ മാച്ചൊക്കെ കണ്ടത് വെച്ചിട്ട് ഒരു കംബാക്കിന്റെ ഒരു പ്രതീക്ഷ മാത്രമാണ് ലാസ്റ്റ് മിനിറ്റ് വരെ കളി കാണാനിരുന്നതിന്റെ ഒരു കാരണം. ആൻഡ് ഈ ഒരു മാച്ചിൽ നമുക്ക് സമാധാനിക്കാൻ പറ്റുന്ന 1-2 എലമെന്റ്സ് ഉണ്ട്. അതിൽ ചില പ്ലേയേഴ്സിന്റെ പെർഫോമൻസ്, ഒന്നാമതായിട്ട് സന്ദീപ് സിംഗ് ആണ്. അദ്ദേഹം വളരെയധികം അണ്ടർറേറ്റഡ് ആണെന്നുള്ളത് ഈ ഒരു മാച്ച് കൊണ്ടും തെളിയിക്കുന്നുണ്ട്. കാരണം റയാൻ വില്യംസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിനെ ഒരുപാട് സിറ്റുവേഷനിൽ ഒരു 100% ഓക്കെ ആവുന്ന രീതിയിൽ ഡിഫെൻഡ് ചെയ്തു എന്ന് തോന്നിയില്ല. പക്ഷേ ആ വന്നിട്ടുള്ള മൂവ്മെന്റ്സിനനുസരിച്ച് വന്നിട്ടുള്ള ത്രെഡ്സിനനുസരിച്ച് അതൊന്നും ഗോളിലേക്ക് വഴങ്ങാത്ത വിധത്തിൽ മാനേജ് ചെയ്യാൻ സന്ദീപ് സിംഗ് ആ ഗ്രൗണ്ട് വിട്ടു പോകും വരെ സാധിച്ചിട്ടുണ്ട്. ഇൻ കേസ് ആ ഒരു പൊസിഷനിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഗോളിലേക്കോ വരെ എത്താൻ പാകത്തിനുള്ള അത്രയും ബോളുകൾ റയാൻ വില്യംസിന് കിട്ടിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു ബാറ്റിൽ, നേരത്തെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതാണ്, ആ ഒരു കീ പ്ലേയേഴ്സ് തമ്മിലുള്ള ബാറ്റിൽ വിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണുള്ളത്. അവിടെ ഒരു സക്സസ് റേറ്റ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതൊന്നും ഒരു ത്രെട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഗോൾ ചാൻസ് ആയിട്ടോ ബംഗളൂരു FCക്ക് മാറ്റാതിരിക്കാൻ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട പെർഫോമൻസ് തന്നെയാണ് സന്ദീപ് സിംഗ് ഈ ഒരു മാച്ചിൽ കാഴ്ചവെച്ചത്. ഒരു യെല്ലോ കാർഡ് കിട്ടി, പക്ഷെ അത് കിട്ടാതെ വേറെ നിവൃത്തിയില്ലാത്ത ടൈപ്പ് ഒരു യെല്ലോ കാർഡാണ്. അതില്ലായിരുന്നെങ്കിൽ 90 മിനിറ്റ്സും അദ്ദേഹത്തിന് നമുക്ക് ആ ഒരു സേവനം കിട്ടിയേനെ. പക്ഷേ ആ ഒരു ത്രൂ ഔട്ട് ദ ഗെയിം ഗ്രൗണ്ടിൽ സന്ദീപ് സിംഗ് ഉണ്ടായിരിക്കുന്ന സമയം അദ്ദേഹം വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് വിപിനാണ്. മിഡിൽ നമുക്ക് അധികം കൺട്രോൾ കിട്ടിയില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പെർഫോമൻസും അദ്ദേഹം പന്ത് കീപ്പ് ചെയ്ത രീതിയും ചില നല്ല ടേൺസ് ഉണ്ടായിരുന്നു, ചില പാസുകൾ, അവിടെയൊക്കെ വിപിൻ മോഹനൻ എന്ന് പറയുന്ന പ്ലെയർ തീർച്ചയായിട്ടും കളം നിറഞ്ഞ് തന്നെ കളിച്ചിട്ടുണ്ട്. അതിന്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ്. ആ ഒരു പൊസിഷനിൽ വേറെ ആരെങ്കിലും ദാനിഷ് ഫാറൂഖോ ജീക്സണോ ആയിരുന്നെങ്കിൽ പോലും ഇത്രയും ഒരു കൺട്രോൾ നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയില്ലെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചില മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, ചില സമയത്ത് അതിൽ നിന്ന് പന്തുകൾ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ
നല്ല രീതിയിലാണ് വിപിൻ ഈ ഒരു മാച്ചിൽ കളിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റൊരു പെർഫോമൻസ് നവോച്ച സിംഗിൻ്റെതാണ്. സന്ദീപ് സിംഗ് എങ്ങനെയാണോ അതേപോലെ തന്നെ അപ്പുറത്തെ വിങ്ങിൽ നവോച്ച സിംഗിന്റെ പെർഫോമൻസും തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസീവ്ലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിങ്ങിലൂടെ വരുന്ന പാസുകൾ, അതിലൂടെ വരുന്ന മൂവ്മെന്റ്സ്, അതിനൊക്കെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ നവോച്ച സിംഗിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു മാച്ചിൽ യെല്ലോ കാർഡ്. പിന്നെ ഡിഫൻസിൽ എടുത്തു പറയേണ്ട മിലോസും ഹോർമിപാമും രണ്ടുപേരും അവരുടെ ഡ്യൂട്ടി നന്നായിട്ട് തന്നെ ചെയ്തതുപോലെ ഫീൽ ചെയ്തു. ഹോർമിപാമ് കഴിഞ്ഞ മാച്ചിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കോൺട്രിബ്യൂഷൻ അതിന്റെ ഭാഗത്ത് വന്നതുപോലെ ഫീൽ ചെയ്തു. ഗോൾ ആവുമായിരുന്ന ത്രെട്ട് ആവുമായിരുന്ന 1-2 സിറ്റുവേഷനെ ഹോർമിപാമ് രക്ഷപ്പെടുത്തി. മിലോസും ഹൈ ബോൾസിലൊക്കെ വളരെ നല്ല രീതിയിലാണ് അത് മാനേജ് ചെയ്തത്. ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാച്ചിൽ നമ്മൾ ഒരു ഗോളിൽ ഒതുങ്ങിയതിൽ നമ്മുടെ ഡിഫൻസിന് തീർച്ചയായിട്ടും കയ്യടി കൊടുത്തേ പറ്റും. ആൻഡ് അവരുടെ പെർഫോമൻസ് മാത്രമാണ് ഈ ഒരു മാച്ചിൽ 88-ാം മിനിറ്റ് വരെയെങ്കിലും നമുക്ക് ആ ഒരു പ്രതീക്ഷ നൽകിയതിൽ ഒരു മെയിൻ ഫാക്ടറായിട്ട് പറയാൻ പറ്റുന്നത്. ആൻഡ് ബാക്കിയുള്ളവരിൽ ആർക്കും അറ്റാക്കിംഗ് ഒഫൻസീവ്ലി വരുമ്പോൾ ആർക്കും വലിയ ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള സ്പേസോ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ ഈ ഒരു മാച്ചിൽ കിട്ടിയതുപോലെ ഫീൽ ചെയ്തില്ല. അത്രയും ടൈറ്റ് ആയിട്ടാണ് ബംഗളൂരു FC കളിച്ചത്. മുന്നോട്ടേക്ക് വരാൻ അനുവദിക്കാതെ, ഫ്രീ ആയിട്ട് സ്ട്രൈക്കേഴ്സിലേക്ക് പാസിലെത്തിക്കാതെ. ആൻഡ് ഈ ഒരു മാച്ച് ത്രൂ ഔട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ സ്ട്രൈക്കേഴ്സ് ഒരു ഷോട്ട് അടിച്ചത് വളരെ വളരെ അപൂർവമായിട്ടാണ് ഒരു മാച്ച് ഉണ്ടായിരുന്നത്. സോ അത്രയും സ്ട്രൈക്കേഴ്സിലേക്ക് പന്തെത്താതിരിക്കാൻ, അവരുടെ ഒരു ഒഫൻസീവിൽ നമ്മൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാതിരിക്കാൻ അവർ വളരെയധികം ടൈറ്റ് ആയിട്ട് ഒരു മാച്ചിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1-2 സിറ്റുവേഷനിൽ കിട്ടിയ വൺ ടച്ച് പാസുകൾ വഴി നമ്മൾ ഓപ്പണന്റ് ഹാഫിലേക്ക് എത്തിയത് മാത്രമാണ് ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല കാര്യങ്ങളെന്ന് പറയുന്നത്. ആ മൂവ്മെന്റ്സ് ആണെങ്കിൽ ഒരു നല്ല ഷോട്ടിലേക്കോ ഗോളിലേക്കോ മാറ്റാനും സാധിച്ചില്ല. സക്കായും സിർണിച്ചും ദിമിത്രോസൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവരൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു ഇമ്പാക്റ്റ് ഉള്ള മൂവ്മെന്റ് ആക്കി മാറ്റിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന് എന്താണോ അവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നത് അത് ഗ്രൗണ്ടിൽ ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ പൂട്ടിയിട്ട് തന്നെയാണ് ഈ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഡിസർവിംഗ് ആയുള്ള ഒരു വിജയം പോലെ തന്നെയാണ് ബംഗളൂരു FC ഫീൽ ചെയ്തത്. ആൻഡ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി കഴിഞ്ഞ മാച്ചിൽ നിന്നും ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ആ ഒരു വിന്നിംഗ് 11 ചേഞ്ച് ചെയ്യേണ്ടതിന്റെ ആവശ്യം ഉണ്ടായതായിട്ട് പേഴ്സണലി എനിക്ക് മാച്ച് കണ്ടപ്പോൾ ഫീൽ ചെയ്തില്ല. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ഈ പറഞ്ഞ ആ ഒരു 11 തന്നെ നമുക്ക് വീണ്ടും കൊണ്ടുവരേണ്ടി വന്നു. ജീക്സറും അതുപോലെ തന്നെ എയ്മനും ആ ഒരു ദേശൊക്കെ വിങ്ങിൽ കളിക്കുന്ന, സിർണിച്ച് ഫ്രണ്ടിൽ കളിക്കുന്ന അതേ 11ലേക്ക് നമ്മൾ തിരിച്ചു വന്നു. അതിനേക്കാൾ നല്ലത് ഫസ്റ്റ് 11 തൊട്ടേ ആ ഒരു രീതിയിൽ കളിച്ച് കുറച്ചെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇമ്പാക്റ്റിലേക്ക് വരാനോ ശ്രമിക്കുന്നതായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതൊരു അനാവശ്യമായുള്ളൊരു മാറ്റമായിട്ട് തോന്നി. എന്തായാലും ഈ ഒരു മാച്ച് തീർച്ചയായിട്ടും മറക്കാൻ ഇച്ചിരി പാടുള്ള, പക്ഷേ മറന്നേ പറ്റൂ, വേറൊരു നിവൃത്തിയില്ല. എന്തായാലും തിരിച്ചുവരവ് കഴിഞ്ഞ മാച്ചിൽ സംഭവിച്ചതുപോലെ ഒരു തിരിച്ചുവരവ് ഇനി ബ്ലാസ്റ്റേഴ്സിന് ലീഗിൽ ആവശ്യമാണ്. ടാക്ടിക്കലി ആണെങ്കിലും പ്ലേയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ വൈസ് ആണെങ്കിലും ഇനി ബ്ലാസ്റ്റേഴ്സിന് തിരിച്ച് വന്നേ മതിയാവും. ഒരുപാട് പോയിന്റ്സ് ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. താഴെ കിടക്കുന്ന ടീമുകൾ കയറി വരുന്നുണ്ട്. സോ എന്തായാലും വരുന്ന മാച്ചുകളിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നു പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു മാച്ചിൽ നിങ്ങൾ നോട്ടീസ് ആയിട്ടുള്ള ഇതല്ലാതെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.